എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിൽ നിയോ ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തും നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കൊല്ലം പാലത്തറ ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ വാഹനം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷെർബിലാണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 2018 മോഡൽ ഇന്നോവ ക്രിസ്റ്റയാണ് കേട്ടോ. 2018 ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് സിംഗിൾ ഓണർ വെഹിക്കിളാണ്. അതും ഒറിജിനൽ കേരള വെഹിക്കിളാണ്. റീ രജിസ്ട്രേഷൻ അല്ല, ഒറിജിനൽ കേരള സിംഗിൾ ഓണറിൽ വരുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ അറിയാലോ, ഇന്നോവ ക്രിസ്റ്റ പൊതുവെ അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ് കൂടുതലും കാണൽ. ഒറിജിനൽ കേരള വളരെയധികം കുറവാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ആണ്. ഒറിജിനൽ കേരള, അതും വി വേരിയൻ്റ് വരുന്ന മോഡലാണ് കേട്ടോ. ഏകദേശം പ്രൊജക്ടർ ലൈറ്റും DRLസും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അലോയ് വീൽസൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. നല്ലൊരു അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. DRLസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നല്ലൊരു അലുമിനിയം കളറിലോട് കൂടിയിട്ടുള്ള ഗ്രിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ബോണറ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് പവർഫുൾ ലൈൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിലുണ്ടല്ലേ, ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ ഒന്നും നമുക്ക് ഇവിടെ വെഹിക്കിൾ കാണാനില്ല. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ ഒറ്റ റീപ്ലേസ്മെൻ്റ് ഇല്ല കേട്ടോ. പിന്നെ ഗ്ലാസും ഫെൻഡറും എല്ലാം ഒക്കെ ന്യൂ ഷേപ്പിൽ ഷോറൂമിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽസൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ആൾമോസ്റ്റ് ഒരു 95% വീൽസും കാര്യങ്ങളും വരുന്നുണ്ട്. കണ്ടില്ലേ, അലോയ് വീലും കാര്യങ്ങളും വരുന്നുണ്ട്. ഡയമണ്ട് കട്ടല്ല. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ഇതിന് വരുന്നുണ്ട്. വിവേരൻ്റെ ആയതുകൊണ്ട് അഡീഷണൽ നമ്മൾ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് വീൽ അത്യാവശ്യം ഒരു 90% ബാക്ക് വീലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആൾ ഓവർ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളാണ്. ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകളോ പൊട്ടുകളോ ഈ വെഹിക്കിളിനില്ല. കീലെ സെൻറ്ററിങ് കാരണം വരുന്നുണ്ട്. ക്രോമിയം ഡോർ ഹാൻഡിലുകളാണ് വരുന്നത്. ക്വാർട്ടർ പാനലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, നല്ല ഫിനിഷിലാണ്. ഒറ്റ തരത്തിലുള്ള റീപ്ലേസും കാര്യങ്ങളും വരുന്നില്ല. ബാക്കിൽ വി വേരിയൻ്റ് എന്നുള്ളത് കാണാം. കേലിരത്തയിലാണ്. 6000 എന്നുള്ള ഫാൻസി നമ്പറും കാര്യങ്ങളും കാണാം. ഇതിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോർമൽ ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഇതിന് സെൻസേഴ്സ് വരുന്നുണ്ട്. ക്യാമറ യൂണിറ്റും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. നോ ക്രിസ്റ്റ എന്നുള്ള ബാഡ്ജിങ് കാണാം. റിഫ്ലക്റ്റേഴ്സ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ബാക്കിലൊരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബോഡി ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഷൈനി ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറിലൊന്ന് പോയി നോക്കാം. ഇൻറ്റീരിയറിൽ എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ, കാരണം ഒരു ഫാമിലി വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ബാക്ക് സീറ്റിൽ നിന്ന് തുടങ്ങാം. 7 സീറ്ററാണ്. പക്ഷേ ഇത് ബെഞ്ച് സീറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തേ പറ്റുള്ളൂ, 6 സീറ്ററാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, അത് നല്ലൊരു കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു ടാൻ ഓറഞ്ച് കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ടാനാണെന്ന് വെച്ചാൽ ടാനല്ല, പക്ഷേ ഓറഞ്ചാണെന്ന് വെച്ചാൽ ഓറഞ്ച് അല്ല. ഇതിൻ്റെ ഒരു മിക്സ് കളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വിത്ത് ബ്ലാക്ക് ഫിനിഷാണ്. അതുപോലെ തന്നെ AC വെൻ്റ് ഇതിൽ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. ആംബിയൻ ലൈറ്റുകൾ കാണാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ട്രേ വരുന്നുണ്ട്. നമുക്ക് ലാപ്പോ അല്ലെങ്കിൽ ഫുഡോ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാത്ത. അതുപോലെ തന്നെ സോക്കറ്റും കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ്. അതുപോലെ തന്നെ 3rd റോ സീറ്റ്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിൻ്റെ മാറ്റ്സൊക്കെ നോക്കിയാൽ, അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ്. ഇവിടെ കണ്ടില്ലേ, ആ ഒരു മെറ്റീരിയലൊക്കെ ഇപ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയിലാണ്. 2018 ഏകദേശം 6 കൊല്ലം. പിന്നെ മേലെ എന്തെൻ്റെ വെഹിക്കിളിന് പഴക്കമുണ്ട്. അതായത് ആൾമോസ്റ്റ് 8 കൊല്ലമായി ഒരു തരത്തിലുള്ള സംഭവങ്ങൾ ഈ വെഹിക്കിളിനില്ല. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക്കൽ സീറ്റ് അല്ല, വി ഓപ്ഷൻ ആയതുകൊണ്ട് നോർമൽ സീറ്റ്സാണ് വരുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാ മാനുവലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മിറർ കൺട്രോൾസ്, ഓട്ടോമാറ്റിക് വിൻഡോ കൺട്രോൾസും കാര്യങ്ങളും ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല അടിപൊളി വുഡൻ ട്രിംസോട് കൂടിയുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാനൽസിലൊക്കെ നോക്കിയാൽ വുഡൻ ട്രിംസും കാര്യങ്ങളും കാണാം. പിന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വാടാ പവർഫുൾ നല്ലൊരു ഡിജിറ്റൽ ക്ലസ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഡോറും ക്ലോസ് ചെയ്യാം. അതിൽ ആ എൻജിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ടച്ച് സ്ക്രീന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് മാപ്സും കാര്യങ്ങളും അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ചെറിയൊരു നമുക്ക് എന്തെങ്കിലും കൂൾഡ് ആയിട്ടുള്ള ഇവിടെ ഫ്രീസറാണ്. അതായത് ചെറിയൊരു കൂളിങ്ങോട് കൂടിയിട്ടുള്ളൊരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ. പിന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഇതിനൊക്കെ കവർ കണ്ടില്ലേ, അപ്പോൾ ആ കവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. ആൻറ്റി മിറർ വരുന്നുണ്ട്. ലൈറ്റ് എല്ലാം എപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം.
അപ്പോൾ ഇത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു അടിപൊളി വണ്ടി. ഇതിന് ഡീറ്റെയിൽസ് 2018 മോഡലാണ്. ഏകദേശം 1,67,000 കിലോമീറ്ററാണ് ഈ വെഹിക്കിൾ ആകെ കവർ ചെയ്തിട്ടുള്ളത്. വി വേരിയൻ്റാണ് വരുന്നത്. അതുപോലെ തന്നെ അതായത് സെഡ് അല്ല, അതിൻ്റെ തൊട്ട് താഴെ വി വേരിയൻ്റാണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വിത്ത് സിംഗിൾ ഓണർഷിപ്പിൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വെഹിക്കിൾ, ഒറ്റ റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത വണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ ജാക്കി വീൽ, സ്പാനർ സ്പെയർ വീലും എല്ലാ സംഭവം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വെഹിക്കിൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഫോക്കസ് മോട്ടോഴ്സ് 2 വർഷം എഞ്ചിന് ഗിയർ ബോക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഹൈലൈറ്റ് ഫീച്ചറാണ്. വാറണ്ടിയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കാതെ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ എല്ലാ ലിസ്റ്റും വരുന്നുണ്ട് കേട്ടോ. focusmotors.in അടിച്ചു കഴിഞ്ഞാൽ www.focusmotors.in അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്.